ഞാൻ റെഡിയാ. നീ അച്ഛനോടും അമ്മയോടും പാറുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞോ? ഇല്ല മാഡം, വീട്ടിൽ ഞാൻ ഒരു മീറ്റിംഗിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകണമെന്നാ പറഞ്ഞേ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അച്ഛനും അമ്മയും നിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അവരോട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് പാർവതിയുടെ വീട്ടുകാരോട് സംസാരിക്കണ്ടേ മാഡം? ഡാഡിയോടും മമ്മിയോടും എല്ലാം പറഞ്ഞതിന് ശേഷം പാർവതിയുടെ അച്ഛനും അമ്മയും ഇതിനെ സമ്മതിച്ചില്ലെങ്കിലോ? അവർക്കത് വെറുതെ വിഷമാവില്ലേ? അതാ ഞാൻ അവരോടൊന്നും പറയാത്തത്. നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നെ? നിന്നെപ്പോലൊരു നല്ല മരുമകനെ കിട്ടുന്നതിൽ പാറുവിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമേ ഉണ്ടാവൂ. ഇത് പാറുവിന്റെ ഭാഗ്യമായി കണ്ട് അവര് കല്യാണത്തിന് സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. താങ്ക് യു മാഡം. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോ ഉള്ളിൽ എവിടെ ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. ഇനി ആത്മവിശ്വാസത്തോടെ പാർവതിയുടെ വീട്ടുകാരെ കാണാൻ. ശരി, പോവാം. മാഡം, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നത്? അതും ബാഗൊക്കെ ആയിട്ട്. ഞങ്ങളോട് രാത്രി 9 മണിക്ക് ശേഷം യാത്ര ചെയ്യരുതെന്ന് മാഡം തന്നെയല്ലേ പറയാറുള്ളത്? ഇപ്പൊ മാഡം തന്നെ ആ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കുന്ന മനസ്സിലായി. എന്തേലും പ്രശ്നമുണ്ടോ മാഡം? എന്താണേലും മടിക്കാതെ എന്നോട് പറഞ്ഞോളൂ. പാർവതി, വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ മാഡത്തിനോട് ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചിരുന്നു. അതിന്റെ ആവശ്യത്തിനൊരു യാത്ര പോണം, അത്രേ ഉള്ളൂ. ശരി, നിങ്ങള് എങ്ങോട്ടേക്ക് പോകുന്നെങ്കിലും പറയൂ. അത് പിന്നെ അതൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാം. ആദ്യം ഞങ്ങൾ പോകുന്ന കാര്യം മംഗളമായി നടക്കട്ടെ. ശരി, സൂക്ഷിച്ചു പോണേ. അത്രേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന കാര്യം എന്തായാലും നടക്കുമെന്ന് ഒന്ന് വിഷ് ചെയ്തൂടെ? സാർ ആഗ്രഹിച്ച എന്തായാലും നടക്കും, ഞാൻ പ്രാർത്ഥിക്കാം. വാച്ച്മാൻ, എന്താ മാഡം? ഞാൻ നാളെ രാത്രിയാകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ബിൽസ് എന്തെങ്കിലും വന്നാ വാങ്ങി വെച്ചാ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അപ്പൊ തന്നെ അറിയിക്കണം. ശരി മാഡം. വരട്ടെ. ശരി. ശരി. എന്താടി അമ്മ കാണുന്നില്ല? നീ വെറുതെ ടെൻഷൻ ആവാതെ. ഈ വയ്യാത്ത അവസ്ഥയില് അമ്മ എങ്ങോട്ട് പോവാനാ? നീ വാ, ടെറസിലോ മറ്റോ ഉണ്ടാവും. ടെറസിലല്ല, ഞാൻ നോക്കി. മുൻവശത്ത് വാതില് തുറന്നു കിടക്കുക. അയ്യോ, അമ്മ പുറത്തേക്ക് പോയോ? ചേട്ടാ, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? എന്തിനെ കുറിച്ചാ നിങ്ങൾ സംസാരിച്ചത്? അത് ആശുപത്രി വെച്ച് അമ്മയ്ക്ക് അപസ്മാരം വന്നപ്പോ ഞാനല്ല അമ്മയെ നോക്കിയതെന്ന് അറിയാതെ പറഞ്ഞുപോയി. എന്നിട്ട് ശരിക്കും ആരാ കൂടെ ഉണ്ടായിരുന്നെന്ന് അമ്മ കുറെ ചോദിച്ചു. നീ പറഞ്ഞോ? പറയാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അമ്മ തലയെ കൈവച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞു. നീ എന്ത് മണ്ടത്തരോ കാണിച്ചു കൂട്ടിയത്? ഫോൺ ഈ സമയത്ത് ഫോൺ ഇവിടെ വെച്ചിട്ട് അമ്മ എങ്ങോട്ട് പോവാനാ? ഇനി ഒരു സ്ഥലത്തെ അമ്മ പോവാൻ സാധ്യതയുള്ളൂ.
അമ്മയ്ക്ക് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നത് നീയാണെന്ന് മനസ്സിലായി. അയ്യോ, അമ്മയ്ക്കതെങ്ങനെയാ മനസ്സിലായത്? ദർശന പറഞ്ഞത്. അമ്മ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഹോസ്റ്റലിലേക്ക് വരാനാ സാധ്യത. ഞാനൊരു 10 മിനിറ്റിൽ അവിടെ എത്തും. അതിനുള്ളിൽ അമ്മ വരികയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നീ നോക്കണം. അമ്മ എങ്ങാനും ദേഷ്യപ്പെട്ട നീ അത് കാര്യമാക്കരുത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും അമ്മ കുറച്ച് ക്ഷീണിച്ച അവസ്ഥയില്ല. നീ കുറച്ച് ക്ഷമ കാണിക്കണം. ഇതൊക്കെ എന്നോട് പ്രത്യേകം പറയണോ പ്രിയൻ ചേട്ടാ? അമ്മ കൂടിപ്പോയാ 2 അടി അടിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. പ്രിയൻ ചേട്ടൻ വേഗം വരാൻ നോക്ക്. ഒന്ന് വേഗം പോ ചേട്ടാ. അമ്മ ദേഷ്യത്തിൽ അവിടെ എത്തിയ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. നീ വാതിലടച്ചിരുന്നോ? ഞാൻ വരുന്നതുവരെ ആര് വന്നാലും വാതിൽ തുറക്കണ്ട. മാഡം, എന്താ മാഡം ഈ സമയത്ത് വന്നത്? എനിക്ക് പാറുവിനെ ഒന്ന് കാണണം. ഈ സമയത്ത് എന്ത് സംസാരിക്കാനാ മാഡം? ഭൂമിക മാഡം ഇവിടെ ഇല്ല. എന്താണെങ്കിലും രാവിലെ സംസാരിച്ച പോരെ? ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. അവളെ വിളിക്ക്. അവള് വരുന്നവരെ ഞാൻ ഇവിടെ ഒന്നും പോവില്ല.